ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് നമ്മുടെ ഡീമൺ സ്ലെയർ ആനിമിയിലെ കിബുട്സുജി മൂസാനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. ഡീമൺ സ്ലെയറിലെ മെയിൻ വില്ലനായിട്ടുള്ള കിബുട്സുജി മൂസാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, മുസാൻ എന്നത് ഒരു ദയയില്ലാത്ത വ്യക്തി എന്ന രീതിയിലും അതുപോലെ കിബുട്സുജി എന്ന് പറയുന്നത് ഡീമൺ ഡാൻസ് എന്ന അർത്ഥവുമാണ്. നമ്മുടെ മൂസാനെ കാണാൻ മൈക്കിൾ ജാക്സനെ പോലെ ഉള്ളത് കൊണ്ടാണോ ഇനി കിബുട്സുജി എന്ന് പേര് വെച്ചത് എന്നും അറിയില്ല. ഓക്കെ, ഇനി മൂസാൻ ജനിച്ചത് 8th സെഞ്ചുറി AD-യിലാണ്. അതായത് നമ്മുടെ ടാൻജിറോ ജനിച്ചതിന്റെ 1000 വർഷം മുൻപ്. മൂസാൻ ജനിക്കുന്ന സമയത്ത്, അതായത് തന്റെ അമ്മയുടെ വയറ്റിലുള്ള സമയത്ത് തന്നെ തനിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാകില്ല. അതിനുശേഷം പിന്നീട് മൂസാൻ ജനിച്ചു. തനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, ജീവനില്ല എന്ന് കരുതി മൂസാനെ അടക്കം ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് പെട്ടെന്ന് മൂസാൻ കരയാൻ വേണ്ടി തുടങ്ങുന്നത്. ഇവിടെ ആദ്യം തന്നെ മരണത്തിൽ നിന്നും എസ്കേപ്പായി വരുന്ന മൂസാനെയാണ് നമുക്ക് കാണിച്ചു തന്നത്. എന്നാൽ നമ്മുടെ മൂസാൻ ജനിച്ചപ്പോൾ തന്നെ തനിക്കൊരു അസുഖം ബാധിച്ചിട്ടുണ്ടായിരുന്നു. 20 വയസ്സ് മാത്രമേ നമ്മുടെ മൂസാൻ ജീവിക്കുകയുള്ളൂ. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ മൂസാൻ ആണെങ്കിൽ മുഴുവനായി ഒന്ന് ഡൗൺ ആയി പോയി. ഈ സമയത്താണ് നല്ല മനസ്സുള്ള ഒരു ഡോക്ടർ മൂസാനെ എങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് കരുതി ബ്ലൂ സ്പൈഡർ ലില്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവറിൽ നിന്നും ഒരു മെഡിസിൻ ഒക്കെ ഉണ്ടാക്കി മൂസാനെ പഴയതുപോലെ മാറ്റാൻ കഴിയുമോ എന്നൊക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ മൂസാന്റെ ഹെൽത്ത് ഇങ്ങനെ മോശമായി വരാൻ വേണ്ടി തുടങ്ങുമ്പോൾ നമ്മുടെ മൂസാൻ ആണെങ്കിൽ ആ ഒരു ദേഷ്യത്തിൽ പെട്ടെന്ന് ഡോക്ടറിനെ ആ ഒരു കത്തി വെച്ച് കൊല്ലും. അപ്പോഴാണ് നമ്മുടെ മൂസാന് മനസ്സിലാകുന്നത് തന്റെ ബോഡി പതിയെ കുറച്ചായി സ്ട്രോങ് ആയി മാറുന്നുണ്ട്. അതായത് ആ ഒരു ഡോക്ടർ തന്ന മെഡിസിൻ ഒക്കെ കുറച്ചായി വർക്ക് ആകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മൂസാൻ ആണെങ്കിൽ പഴയതുപോലെ ഓക്കെ ആയി എന്ന് കരുതി പുറത്തിറങ്ങിയപ്പോഴാണ് ആ ഒരു മരുന്നിന്റെ സൈഡ് എഫക്ട് എന്താണെന്ന് പുള്ളിക്കാരന് മനസ്സിലായത്. അതായത് ആ ഒരു മരുന്നിന്റെ സൈഡ് എഫക്ട് കാരണം സൺലൈറ്റിൽ ഇറങ്ങാൻ സാധിക്കില്ല. സൺലൈറ്റ് ദേഹത്ത് പതിക്കുന്ന സമയത്ത് പുള്ളിക്കാരന്റെ ദേഹം മുഴുവൻ പൊള്ളാൻ വേണ്ടി തുടങ്ങും. എന്നാൽ ഇതിന് ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡോക്ടറാണ്. കാരണം മൂസാൻ പഴയതുപോലെ ആകാനുള്ള റീസണും ആ ഒരു ഡോക്ടറാണ്. ഈ ഒരു മരുന്നിന്റെ സൈഡ് എഫക്ട് മാറണമെങ്കിലും ആ ഒരു ഡോക്ടറിനെ കൊണ്ടേ കഴിയുകയുള്ളൂ. ആ ഒരു സമയത്ത് നമ്മുടെ മൂസാൻ ആണെങ്കിൽ കഷ്ടകാലത്തിന് ആ ഡോക്ടറെ കൊന്നുപോയല്ലോ എന്നായിപ്പോയി. അങ്ങനെ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാത്ത നമ്മുടെ മൂസാൻ ആണെങ്കിൽ രാത്രി ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ മൂസാന് പെട്ടെന്നൊരു ഐഡിയ വരുന്നത്. തന്റെ ബ്ലഡ് ആണെങ്കിൽ ഹ്യൂമൻസിനൊക്കെ കൊടുത്ത് അവരെയൊക്കെ ഡീമണാക്കി മാറ്റി അതിലേതെങ്കിലും ഒരു ഡീമണിന് സൺലൈറ്റിൽ ഇറങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ഡീമണിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ തന്റെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആകുമെന്ന് നമ്മുടെ മൂസാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അതിനുശേഷമാണ് മൂസാൻ അപ്പർ മൂൺ ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ലോവർ ഡീമൺസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാ ഡീമൺസിനെയും ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ മൂസാൻ ആണ്. അപ്പോഴാണ് ഒരു ദിവസം മൂസാൻ യൊറൂച്ചിയെ കണ്ടുമുട്ടുന്നത്. ഈ യൊറൂച്ചി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരാണ് ഫസ്റ്റ് ഡീമൺ സ്ലെയർ. കൂടാതെ ഇവരാണ് ആദ്യമായിട്ട് ബ്രീത്തിങ് ടെക്നിക് ഒക്കെ കണ്ടുപിടിച്ചത്. ഇതിനെ ബേസ് ചെയ്താണ് മറ്റുള്ള ബ്രീത്തിങ് സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ആയത്. അതായത് നമ്മുടെ വാട്ടർ ബ്രീത്തിങ്, സൗണ്ട് ബ്രീത്തിങ്, ഫ്ലെയിം ബ്രീത്തിങ് എന്നിവയൊക്കെ. ആ ഒരു സമയത്ത് മൂസാനെ കൊല്ലാൻ കഴിയുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് യൊറൂച്ചിയാണ്. എന്നാൽ കഷ്ടകാലത്തിന് യൊറൂച്ചി മൂസാനെ വെറുതെ വിടുകയാണ് ചെയ്തത്. മൂസാനെ പേടിയുള്ള ഒരേ ഒരാൾ എന്ന് പറയുന്നത് നമ്മുടെ യൊറൂച്ചിയാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂസാൻ ജനിച്ചതിന് ശേഷം മൂസാന്റെ ഫാമിലിയിലുള്ള ആ ഒരു തലമുറയ്ക്ക് ശേഷമുള്ള ആൾക്കാർക്കൊക്കെ മൂസാൻ ഉണ്ടായ ആ ഒരു ഡിസീസ് വന്നിരുന്നു. അതായത് അവരൊക്കെ 30 വയസ്സ് മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഈ ഒരു അസുഖം ഇവർക്ക് മാറണമെങ്കിൽ മൂസാനെ അങ്ങ് കൊന്നു കളയണം. അങ്ങനെ നമ്മുടെ മൂസാന്റെ തലമുറയിൽ വന്ന മുസാന്റെ ബ്ലഡ് ലൈനിലുള്ള ഒരു ക്യാരക്ടറാണ് കാഗയ ഉബയാഷക്കി. ഇവർക്കും ഒരു ഡിസീസ് വന്ന് മരിക്കാനായ അവസ്ഥയിലാണ് നമ്മുടെ സീരീസിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി നമ്മുടെ മുസാന്റെ പവേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുസാന് 7 ഹാർട്ടും 5 ബ്രെയിനും ഉണ്ട്. ഇനി മുസാന്റെ മറ്റു പവേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഷേപ്പ് ഷിഫ്റ്റിംഗ്, അതായത് നമ്മുടെ മുസാന് ഏത് രൂപത്തിലും മാറാൻ സാധിക്കും. അതുപോലെ മുസാന് ഏത് ഹ്യൂമൻസിനെയും അബ്സോർബ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇൻസ്റ്റന്റ് റീജനറേഷൻ, മുസാന് പെട്ടെന്ന് എന്ത് പറ്റിയാലും റീജനറേറ്റ് ആകാനും സാധിക്കും. അതുകൂടാതെ മുസാന്റെ ബ്ലഡ് വെച്ച് ഏതൊരു ഹ്യൂമനെയും ഡീമൺ ആക്കാനും സാധിക്കും. ഈ ഒരു മൂസാൻ ക്രിയേറ്റ് ചെയ്ത ഡീമൺസിനെയൊക്കെ ടെലിപ്പതി വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ മൂസാന് സാധിക്കും. അതുപോലെ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, സൂപ്പർ ഹ്യൂമൻ സ്പീഡ് എന്നിവയൊക്കെ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ മൂസാനെ പറ്റി ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.